ഡൽഹിയുടെ തിരക്കേറിയ തെരുവുകളിൽ നിന്നും ഉയരമുള്ള മതിലുകൾക്കുള്ളിലേക്ക് ചുവടുവെക്കുമ്പോൾ കാലം പെട്ടെന്ന് നിശ്ചലമായതുപോലെ തോന്നും. ദൂരെയുള്ള ആകാശത്തിന്റെ നീലിമയിലേക്ക് കല്ലിൽ തീർത്ത ഒരു മഹാവിസ്മയം ആഴ്ന്നിറങ്ങി നിൽക്കുന്നത് കാണാം. ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്തോറും ആ ഭീമാകാരമായ ഗോപുരം നിങ്ങളെ നോക്കി മന്ത്രിക്കുന്നത് അതിന്റെ 800-ലധികം വർഷത്തെ നിഗൂഢതകളാണ്. മണ്ണിൽ നിന്ന് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ ഒരു മഹാപ്രതിഭയുടെ കയ്യൊപ്പ് പോലെ കുത്തബ് മിനാർ അവിടെ പ്രതാപത്തോടെ നിലകൊള്ളുന്നു. ഈ ഗോപുരത്തിന്റെ ഓരോ കല്ലിലും ഇന്ത്യയുടെ ഭരണചരിത്രത്തിലെ സുപ്രധാനമായ മാറ്റങ്ങളുടെ അടയാളങ്ങളുണ്ട്. 12ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ കുത്തബ്ദീൻ ഐബക്ക് ആണ് ഈ നിർമ്മിതിക്ക് തുടക്കം കുറിച്ചത്. ഗോപുരത്തിന്റെ താഴത്തെ നില പൂർത്തിയായപ്പോഴേക്കും അധികാരം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നീട് വന്ന ഇൽത്തുമിഷ് എന്ന ഭരണാധികാരിയാണ് ഇതിനു മുകളിലേക്ക് 3 നിലകൾ കൂടി പണി കഴിപ്പിച്ച് മിനാറിന് ഇന്നത്തെ ഗാംഭീര്യം നൽകിയത്. കാലപ്പഴക്കത്താലും പ്രകൃതിക്ഷോഭങ്ങളാലും മുകൾ ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ 14ാം നൂറ്റാണ്ടിൽ ഫിറോസ് ഷാ തുഗ്ലക് അത് പുനർനിർമ്മിക്കുകയും 5ാമത്തെ നില കൂടി ചേർത്ത് ഗോപുരം പൂർത്തിയാക്കുകയും ചെയ്തു. വാസ്തുവിദ്യയുടെ കാര്യത്തിൽ ഇതൊരു വലിയ അത്ഭുതമാണ്. ഓരോ നിലയും മനോഹരമായി കൊത്തിവെച്ച ബാൽക്കണികളാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ചുവന്ന മണൽക്കല്ലുകളിൽ അതീവ സൂക്ഷ്മതയോടെ കൊത്തിവെച്ച അലങ്കാരപ്പണികളും ലിഖിതങ്ങളും ഇന്നും പഴയ പ്രതാപത്തോടെ നിലനിൽക്കുന്നു. മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ ചുവന്ന കല്ലുകൾക്കൊപ്പം മാർബിൾ കൂടി ചേരുന്നത് മിനാറിന് ഒരു പ്രത്യേക ശോഭ നൽകുന്നുണ്ട്. വിവിധ നിർമ്മാണ ശൈലികൾ എത്രത്തോളം മനോഹരമായി ഈ ഗോപുരത്തിൽ സമ്മേളിച്ചിരിക്കുന്നുവെന്നത് ഏതൊരു ശില്പിയെയും അതിശയിപ്പിക്കുന്നതാണ്. മിനാറിന് ചാരി നിൽക്കുമ്പോൾ കേവലം ഒരു കെട്ടിടത്തിനപ്പുറം അത് പണിത മനുഷ്യരുടെ അസാമാന്യമായ ഇച്ഛാശക്തിയെക്കുറിച്ച് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. നൂറ്റാണ്ടുകളോളം ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി നിന്ന ഈ ഗോപുരം ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച കൽഗോപുരമായി തലയുയർത്തി നിൽക്കുന്നു. ഇതിന്റെ ഓരോ വളവിലും ചരിത്രത്തിന്റെ ഗന്ധമുണ്ട്. ഓരോ കൊത്തുപണിയിലും ഒരു സംസ്കാരത്തിന്റെ കഥയുണ്ട്. ആ അർത്ഥത്തിൽ കുത്തബ് മിനാർ എന്നത് കല്ലിൽ കൊത്തിയെടുത്ത ഇന്ത്യയുടെ ഒരു ചരിത്രകാവ്യം തന്നെയാണ്.